നമസ്കാരം. ഗ്രാമീണ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. വാടനപ്പള്ളിയിൽ മോഷണം പതിവാകുന്നു. പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത കടയിലും കള്ളൻ കയറി. പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ കരിദിനാചരണം. ഡോക്ടേഴ്സ് ദിനത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് ആദരവ്. വാർത്തകളിലേക്ക് വിശദമായി. വാടനപ്പള്ളിയിൽ വീണ്ടും മോഷണം. വാടനപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപത്തെ MA സൂപ്പർ മാർക്കറ്റിലാണ് മോഷണം നടന്നത്. മോഷണ ദൃശ്യം സ്ഥാപനത്തിന് അകത്തുള്ള CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെ 2:30-ക്കാണ് സംഭവം. മഴക്കോട്ട് ധരിച്ചു വന്ന കള്ളൻ സൂപ്പർ മാർക്കറ്റിന് പുറകിലെ ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് അകത്ത് കയറിയത്. തുടർന്ന് 10,000-ന് മുകളിൽ വില വരുന്ന സാധനങ്ങൾ മോഷ്ടിച്ചതായും പറയുന്നു. സ്ഥാപനത്തിന് അകത്തെ 2 CCTV ക്യാമറകളും കള്ളൻ നശിപ്പിച്ചിട്ടുണ്ട്. വാടനപ്പള്ളിയിലെ വിവിധ പ്രദേശങ്ങളിൽ കളവ് തുടർക്കഥയാകുമ്പോൾ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണെന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന എൻ്റെ MA സൂപ്പർ മാർക്കറ്റിലാണ്. അവിടെ നിന്ന് കള്ളൻ കയറിയിട്ടില്ല. ബാക്ക് ഡോറ് തല്ലിപ്പൊളിച്ചിട്ട്, ഷട്ടർ ബാക്ക് ഡോറ് തല്ലിപ്പൊളിച്ചിട്ട് കയറിയിട്ടുള്ളത്. കണ്ടമാന സാധനങ്ങൾ നഷ്ടം, 15,000 രൂപ സാധനം നഷ്ടം വന്നിട്ടുണ്ട്. അരി, സോപ്പുകൾ, എണ്ണ, ഓയിൽ, വെളിച്ചെണ്ണ ഇതൊക്കെ കാർട്ടൺ കണക്കിന് കൊണ്ടുപോയിട്ടുള്ളത്. സോപ്പുകളൊക്കെ ഡസൻ കണക്കിന് കൊണ്ടുപോയിട്ടുണ്ട്. സോപ്പും പൊടികളൊക്കെ ഡസൻ കണക്കിന് കൊണ്ടുപോയിട്ടുണ്ട്. വലിയൊരു ആയുധം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആയുധം അവിടെ വലിയൊരു പൈപ്പ് അവിടെ കിടക്കുന്നുണ്ട് പൊട്ടിച്ചിട്ട്. ലോക്കുകളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ജാഥയും ഫ്ലാഷ് മോബും നൃത്തശില്പവും സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ ജാഥ പ്രിൻസിപ്പൽ സീന ജോസഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ലഹരിക്കെതിരെയുള്ള തുടി നൃത്തശില്പവും ഫ്ലാഷ് മോബും താന്യം സ്കൂൾ, തൃപ്പയാർ, കിഴക്കേനട എന്നിവിടങ്ങളിൽ അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ സീന ജോസഫ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. NSS കോർഡിനേറ്റർ ഡോക്ടർ KG ശിവലാൽ, സഹ കോർഡിനേറ്റർ മിനി VM, NSS ലീഡർ അനാമിക എന്നിവർ സംസാരിച്ചു. പുഴവറ്റി ക്രൗര്യമുരുൾ പൊട്ടി കനവറ്റ കൗമാര യൗവനങ്ങൾ സർവനാശത്തിന്റെ പെരുകിടുന്നു. കനിവിന്റെ പുഴവറ്റി ക്രൗര്യമുരുൾ പൊട്ടി കനവറ്റ കൗമാര യൗവനങ്ങൾ സർവനാശത്തിന്റെ സംഹാര കാഴ്ചയാ. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിലെ NSS വളണ്ടിയേഴ്സ് നടത്തിയ നൃത്തശില്പം തുടി എന്ന നൃത്തശില്പമാണ് നമ്മളിവിടെ കണ്ടത്. നമ്മുടെ കൗമാരപ്രായക്കാരുടെ ലഹരിയുടെ ഉപയോഗം വളരെയധികം കൂടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെ എതിർക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികൾ നടത്തിയ ഈ പ്രയത്നം ഒരു തുടക്കമാകട്ടെ. ഇനിയുള്ള ദിവസങ്ങളിലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. വാടനപ്പള്ളി ഗണേശമംഗലം പണ്ടാരൻ ശ്രീ രുധിര മഹാകാളി ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CBSE +2 SSLC പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് പണ്ടാരൻ വത്സൻ മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡുകൾ വിതരണം ചെയ്തു. ഡോക്ടർ പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി കണ്ണൻ അവാർഡുകൾ വിതരണം ചെയ്തു. കുച്ചുപ്പിടി പഞ്ചജാതി ജതികൾ ഏറ്റവും വേഗത്തിൽ താളം തെറ്റാതെ നട്ടുവാങ്കം ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ അതീന്ദ്രിയ ഹെനോയെ ചടങ്ങിൽ ആദരിച്ചു. PV പ്രദീപ്, CK പ്രേമൻ, സുഗുണ സൂര്യൻ, PV സുകുമാരൻ, PK മനോഹരൻ, ക്ഷേത്രം മേൽശാന്തി സതീഷ് എന്നിവർ സംസാരിച്ചു. അറിവ്, ജ്ഞാനം എന്നാണ് അവിടെ വിവക്ഷിക്കുന്നത്. സച്ചിദാനന്ദ സാഗർ എന്നുള്ളത് അറിവായിട്ടാണ്. അവന്റെ അമ്മ കൃപാർത്ഥയാകുന്നു. സ്വതന്ത്ര ഭൂമി പുണ്യവതിയായി തീർന്നു, കുലം പവിത്രമാവുന്നു എന്നാണ് പറയുന്നത്. അതിവിടെ പറഞ്ഞെന്താ വെച്ചാല്, നമ്മുടെ പണ്ടാരൻ കുടുംബത്തിലെ കുട്ടികള്
ഓരോരുത്തരും വിവിധ മേഖലകളിൽ ശോഭിക്കുമ്പോൾ ആദ്യം ആ കുട്ടിയുടെ അമ്മ കൃതാർത്ഥയാകുന്നു. കൂടാതെ പണ്ടാരൻ കുടുംബാംഗങ്ങള് അവര് തന്നെ പ്രശസ്തി, അവർക്ക് അഭിമാനിക്കാം. അതേപോലെ തന്നെ അവർ ജനിച്ച ഈ നാട് പുണ്യവതിയായി തീർന്നത് സ്വാമി വിവേകാനന്ദന്റെ ജന്മം കൊണ്ട് പറയപ്പെട്ടത് നാലുവരിയാണ്. കാരണം നമ്മുടെ ഭാരതം ഇരുണ്ടൊരു സമൂഹം എന്നാണ് പാശ്ചാത്യർ വിചാരിക്കുന്നത്. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ വാരാചരണത്തിനും പേവിഷബാധ ബോധവൽക്കരണത്തിനുമായുള്ള സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് KK ഷൈൻവാസ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക ജയന്തി N മേനോൻ ലഹരി വിരുദ്ധ ദിന സന്ദേശം നൽകി. പേവിഷബാധയെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ ക്ലാസ് എടുത്തു. ഹൈസ്കൂൾ UP വിഭാഗങ്ങളിലെ കുട്ടികൾ ലഹരിയിൽ അലിയുന്ന യുവത്വം എന്ന നാടകവും ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ ധർമ്മൻ പറത്താട്ടിൽ, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ബിജോയ് എർണേഴത്ത് എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ സ്കൂൾ പാർലമെന്റ് അധികാരമേറ്റു. ജനാധിപത്യ വ്യവസ്ഥിതിയിലുള്ള ഭരണ സംവിധാനം പരിചയപ്പെടുക എന്ന നിലയിൽ ഇലക്ഷൻ നടത്തിയാണ് സ്കൂൾ കൗൺസിൽ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് PR ബിജോയ് ഉദ്ഘാടനം ചെയ്തു. SNE&C ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് അധ്യക്ഷനായി. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ യാമിനി ദിലീപ്, ഹൈസ്കൂൾ വിഭാഗം HM NK സുലജ, SNE&C ട്രസ്റ്റ് സെക്രട്ടറി MS പ്രദീപ്, വൈസ് പ്രസിഡന്റ് വിജയരാഘവൻ, ജോയിന്റ് സെക്രട്ടറി രാജകുമാർ കരുവത്തിൽ, മിനി, ലെനിയ, ഹെഡ് ഗേൾ തമന്ന സുൽത്താന എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് ബോയ് വൈഷ്ണവ് മേനോൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കായിക അധ്യാപകരായ ബിജു, ദീപ എന്നിവർ നേതൃത്വം നൽകി. ഞാനിത് ചോദിച്ചു നോക്കിന് വേണ്ടിയല്ല, നിങ്ങളെ വിഷമിപ്പിക്കാൻ നല്ലതോ. ഞങ്ങള് നിങ്ങളോട് കൂടെ നിങ്ങളുടെ പാരൻസിനെയും ഇന്ന് വലുതായി പ്രതീക്ഷിക്കുന്നു. നിങ്ങളും നിങ്ങളെ ഇങ്ങനെയാക്കാനായി നേരത്തെ അദ്ദേഹം പറഞ്ഞത് വേർഡിന്റെ മുണ്ടുമുറുക്കി കൊടുത്ത് തന്നെ കൊണ്ടാവുന്നത് അതിനേക്കാൾ അപ്പുറവുമായി ശ്രമിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ട് ഇരിക്കുന്ന ഒരു വിഭാഗം അപ്പുറത്തുണ്ടല്ലോ. അവരെ കൂടെ കൊണ്ടുവന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? ഞാൻ ആസ് എ പോലീസ് ഓഫീസർ ഞാൻ പറയാം, ഞാൻ പ്രതീക്ഷിക്കുന്നത് അന്തിക്കാട് ശ്രീ തട്ടാടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മിഥുനമാസത്തെ ഷഷ്ഠി ആചരിച്ചു. രാവിലെ ഉഷപൂജ, വിശേഷാൽ അഭിഷേകങ്ങളായ പഞ്ചാമൃതം, പാൽ, തേൻ, പനിനീർ, ഇളനീർ, ഭസ്മം, പഞ്ചഗവ്യം എന്നീ അഭിഷേകങ്ങൾ ഭഗവാൻ സമർപ്പിച്ചു. തുടർന്ന് അമ്മമാരുടെ ഭജനയുമുണ്ടായിരുന്നു. ചടങ്ങുകളിൽ ഷഷ്ഠിവ്രതമെടുത്ത നിരവധി അമ്മമാർ പങ്കെടുത്തു. മോഹനൻ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അന്നദാനവും നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ചന്ദ്രബോസ് മേനോത്തുപറമ്പിൽ, സെക്രട്ടറി ശശി പാലോളി, വൈസ് പ്രസിഡന്റ് പ്രീതിമോൻ വാലത്ത്, ഭുവനൻ തണ്ടാശ്ശേരി, അനിൽ മാക്കോത്ത്, അജയൻ മാക്കോത്ത്, മണികണ്ഠൻ കരുവത്ത്, മാതൃസംഘം പ്രസിഡന്റ് വസന്ത ഭുവനൻ, മറ്റ് മാതൃസംഘം ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി.
ആയുധങ്ങളുമല്ല സർ ദേശപേശലദന്തതാടികളും കറുത്തകളങ്ങളും ബാസുരാകൃതി കൈകളിൽ തിരുവായുധങ്ങളോടും മമ പാകി മാങ്കുക പാകി മാങ്കുക പാകി മാങ്കുക പാകി മാം പാകി മാങ്കുക പാകി മാങ്കുക പാകി പാകി ഷടാനന. പെൻഷനേഴ്സ് അസോസിയേഷൻ കരുദിനാചരണം നടത്തി. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, DA/DR കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക, പെൻഷൻകാരോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മണലൂർ നിയോജകമണ്ഡലം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരുദിനാചരണം നടത്തിയത്. മണലൂർ സബ് ട്രഷറിക്ക് മുമ്പിൽ നടത്തിയ കരുദിനാചരണം തൃശൂർ DCC സെക്രട്ടറി KK ബാബു ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് TL മത്തായി അധ്യക്ഷനായി. പ്രതിഷേധ യോഗത്തിൽ സംസ്ഥാന കൗൺസിൽ അംഗം AT ആൻഡോ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ PM വിജയകുമാരി, നിയോജകമണ്ഡലം സെക്രട്ടറി ദിലീഷ് കുട്ടിലിക്കൽ, നിയോജകമണ്ഡലം ട്രഷറർ NR അജിത് പ്രസാദ്, TK അനഘദാസ്, KA തോമസ്, MK വസുന്ധര, പ്രേമൻ കാണാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഈ പണമെല്ലാം സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പിൻഭാഗത്തുനിന്നുള്ള നിയമനം മൂലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന സംഭാവനയായി മാറ്റിയിരിക്കുന്നു സർക്കാർ. അങ്ങനെ ചെയ്യുന്നു സർക്കാർ. നമുക്കറിയാം 57 മുതൽ 2011 വരെ 1.5 ലക്ഷമാണ് ഈ സംസ്ഥാനത്തിന്റെ പൊതുകടമായിരുന്നെങ്കിൽ ഇന്ന് 2016 കഴിഞ്ഞ് 2025 വന്നപ്പോൾ പിണറായി വിജയന്റെ ഈ ഭരണകാലത്ത് അത് 5 ലക്ഷമായി പൊതുകടം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നു. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ഭാരത വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലെ വിദ്യാർത്ഥികൾ വലപ്പാട് ചന്തപ്പടിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തോടനുബന്ധിച്ച് ഫ്ലാഷ് മോബ് നടത്തി. പ്രിൻസിപ്പാൾ ബിന്ദു സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാനേജർ അജിത് പ്രസാദ്, സീനിയർ സെക്ഷൻ ഹെഡ് നിഷ AP, ആന്റി ഡ്രഗ്സ് കോർഡിനേറ്റർ വിദ്യ എന്നിവർ സംസാരിച്ചു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ ഒരു ആൻറ്റി ഡ്രഗ് ഡേ അതിൻ്റെ പ്രതിജ്ഞ നമുക്ക് എടുക്കാവുന്നതാണ്. ലഹരിക്കെതിരെ എല്ലാവർക്കും ഒരുമിച്ച് പൊരുതാം. എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് പറയാം, സേ നോ ടു ഡ്രഗ്സ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃപ്പയാർ സബ് ട്രഷറിക്ക് മുമ്പിൽ കരിദിനം ആചരിച്ചു. ശമ്പള പരിഷ്കരണം അട്ടിമറിക്കാനുള്ള നീക്കത്തിലും മെഡിസെപ്പ് ഭാഗങ്ങൾ പരിഹരിക്കാത്തതിലും 6 ഗഡു ക്ഷാമാശ്വാസം അനുവദിക്കാത്തതിലും എതിരായിരുന്നു കരിദിനാചരണം. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക നിയോജകമണ്ഡലം പ്രസിഡന്റ് AN സിദ്ധപ്രസാദ് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രൊഫസർ ഈനാശു മുഖ്യപ്രഭാഷണം നടത്തി.
സംസ്ഥാന കമ്മിറ്റി അംഗം VR ജഗദീശൻ, VR രാജേന്ദ്രൻ, AK തിലകൻ, PB കൃഷ്ണകുമാർ, TS ജ്യോതിഷ്, ദിനേശൻ, MG രഘുനന്ദനൻ, MJ ജോജോ, KC മൈത്രി, P വനജ, MA ഷേർലി, M അംബിക, TV ആശ, VJ വെങ്കടേഷ് എന്നിവർ സംസാരിച്ചു. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാൻ എത്രയോ സമയമാണ് ഇപ്പോഴും വൈകിക്കൊണ്ടിരിക്കുന്നത്. ഒരു നടപടിയും സ്വീകരിക്കാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ പെൻഷൻകാർക്കും സർക്കാർ ജീവനക്കാർക്കുമുള്ള മെഡിസിപ്പ് പദ്ധതിയുണ്ട്, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ആ പദ്ധതി എവിടെയാണ് എന്ന് നിൽക്കുന്നത്? തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തുടങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പദ്ധതി പാതി വഴിയിൽ തട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യാൻ അത് സമയത്തിന് കൊടുക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല. മണലൂർ ഗ്രാമപഞ്ചായത്ത് മാതൃകാ കുടുംബശ്രീ ഞാറ്റുവേല ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ ഗിരിജ രാമചന്ദ്രൻ അധ്യക്ഷയായി. കൺവീനർ ലിനി സുനിൽകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ജിൻസി മരിയ, മെമ്പർ ബിന്ദു സതീഷ് എന്നിവർ സംസാരിച്ചു. CDS മെമ്പർമാരായ സുധാ ഷാജി, വിലാസിനി വേണുഗോപാൽ, സുജാത വിജയൻ, CDS കൺവീനർ തങ്കമണി എന്നിവർ സംസാരിച്ചു. അന്യം നിന്ന് പോകുന്ന ഞാറ്റുവേലകൾ 14 ദിവസം ഇടവിട്ട് നിൽക്കുന്ന ഞാറ്റുവേലകളാണ്. അത് തിരുവാതിര ഞാറ്റുവേലയാണ് ഇപ്പോൾ നമുക്ക് നടന്നു പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച മാതിരി വിരലിൽ മണ്ണിൻ്റെ അടിയിൽ കുത്തിയാലും മുളയ്ക്കുന്നൊരു കാലഘട്ടം. പണ്ടൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ റോസിൻ്റെ കൊമ്പും ചെമ്പരത്തിയുടെ കൊമ്പും ഇതൊക്കെ നമ്മൾ വീട്ടുകളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടും നമ്മുടെ വീട്ടിൽ പിടിപ്പിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് നിന്ന് പോയി. അപ്പോൾ നമ്മൾ എന്താ പറയുക, മോഡേൺ ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ന്യൂജൻ ഇതിലേക്ക് കടന്നപ്പോൾ നമുക്കിതൊന്നും നമുക്ക് വേണ്ട തലമുറയിലേക്ക് എത്തി നിൽക്കണം. അപ്പോൾ ജനങ്ങൾ നമ്മുടെ പുതിയ തലമുറയിൽ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. അന്തിക്കാട് ICDS പ്രോജക്റ്റിലെ ആദ്യത്തെ അംഗൻവാടി കം ക്രഷിന്റെ ഉദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ ചെയർപേഴ്സൺ ജിൻസി തോമസ്, പഞ്ചായത്ത് അംഗം ബിന്ദു സതീഷ്, അന്തിക്കാട് CDPO ശുഭ S, ICDS സൂപ്പർവൈസർ KS കവിത എന്നിവർ സംസാരിച്ചു. തൃപ്പയാർ NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 1ാം വർഷ ഡിഗ്രി പ്രവേശനത്തിന്റെ കോളേജ് തല ഉദ്ഘാടനം നടന്നു. വിജ്ഞാനോത്സവം പരിപാടി NES ചെയർമാൻ ശിവൻ കണ്ണോളി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ NC അനീജ അധ്യക്ഷയായി. NES സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ B ശശിധരൻ, MB ലതിമോൾ, ദീപ MB, അംഗീത, രൂപ MB, കൃഷ്ണപ്രിയ, അപർണ, ലിജിന ജെയിൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് ശേഷം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ലാഭമുണ്ടാക്കാനോ അതുപോലെ വേറെ എന്തെങ്കിലും നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരല്ല ഈ സംഭവം നടത്തുന്നത്. 22 കൊല്ലമായി പൂർണ്ണമായും സർവീസാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ളത് തന്നെ. ഇത് വരുന്നതിന് മുമ്പ് ഇവിടെ സൂചിപ്പിച്ചു, അത് IHRD കോളേജ് ഇവിടെ അടുത്തുണ്ട്. ഞങ്ങളൊക്കെയാണ് എൻ്റെ നേതൃത്വത്തിൽ കെട്ടിടം പണിത് അവരെ ഏൽപ്പിച്ചാണ്, സർക്കാരിന് വിട്ടുകൊടുത്തു. ഇവിടെ ഒരു BEd കോളേജ് ഉണ്ട് വലപ്പാട്, മീഞ്ചന്ത പടിഞ്ഞാറ് മാറി. അതൊക്കെ സ്ഥലം നാട്ടിൽ നിന്ന് ഫണ്ടുണ്ടാക്കി BEd കോളേജാക്കി 1.5 ഏക്കർ സ്ഥലം യൂണിവേഴ്സിറ്റിക്ക് ഫ്രീ ആയി സറണ്ടർ ചെയ്ത പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ടീമാണ് ഈ കോളേജ് നടത്തുന്നത്. മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കണ്ടശങ്കടവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ലഹരിക്കെതിരെ കൈകോർക്കാം എന്ന മുദ്രാവാക്യവുമായി തുടി നൃത്തസംഗീത ശില്പം അവതരിപ്പിച്ചു.
മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, പഞ്ചായത്ത് അംഗങ്ങളായ ജിൻസി മരിയ, ബിന്ദു സതീഷ്, NSS പ്രോഗ്രാം ഓഫീസർ രാജശ്രീ എന്നിവർ നേതൃത്വം നൽകി. ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് തൃത്തല്ലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ VHS സ്കൂളിലെ NSS വളണ്ടിയർമാർ ഡോക്ടർമാരെ ആദരിച്ചു. തൃത്തല്ലൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരെയാണ് ആദരിച്ചത്. NSS വളണ്ടിയർമാരായ സഫ്വാൻ, ഷിനൌസ്, രോഹിത്, വൃന്ദലക്ഷ്മി, സന ഫാത്തിമ, ഹംദ, NSS പ്രോഗ്രാം ഓഫീസർ ആതിര, അധ്യാപകരായ ആതിര സുഭാഷ്, സന്ദീപ്, ഷൈൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഒരു ഇടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തകൾ തുടരുന്നു. ഡോക്ടേഴ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് ചന്ദ്രാപിന്നി അൽ-ഇഖ്ബാൽ ആശുപത്രിയിൽ പെരുമ്പടപ്പ് SRV UP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സന്ദർശിച്ച് ഡോക്ടർമാരെ ആദരിച്ചു. ആരോഗ്യ പ്രവർത്തകർക്ക് സമ്മാനങ്ങളും മധുരവും വിതരണം ചെയ്തു. കൂടാതെ വിദ്യാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മൃഗാശുപത്രി സന്ദർശിക്കുകയും ഡോക്ടറെ ആദരിക്കുകയും ചെയ്തു. സമൂഹത്തിൽ ഡോക്ടേഴ്സും മറ്റ് ആരോഗ്യ പ്രവർത്തകരും നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് പ്രധാനാധ്യാപിക ആശ, അധ്യാപകരായ മീര, രമ്യ, ഗോപേഷ് എന്നിവർ സംസാരിച്ചു. വായനാ ദിന മാസാചരണത്തിന്റെ ഭാഗമായി PN പണിക്കർ ഫൗണ്ടേഷൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന 1,00,000 വായനാ സദസ്സുകൾ എന്ന പരിപാടിക്ക് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം എഴുത്തുകാരനും ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളുമായ ശ്രീജിഷ് പൊയ്യാറ് നിർവഹിച്ചു. അധ്യാപിക ശാന്തി അധ്യക്ഷയായി. പ്രധാനാധ്യാപകൻ KS കിരൺ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികളായ ES ആമി, BL മയൂഖ, ഷെസ സലിം, ഫാത്തിമ ജുമാന ബദൂൽ എന്നിവർ പുസ്തക പരിചയം നിർവഹിച്ചു. PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ MA സാദിഖ്, അധ്യാപകരായ ബേബി ഷജന, പ്രദീപ്, രാജേഷ്, ശ്രീകാന്ത്, റുക്സാന, പ്രബിത, നസിയ, സിനി തുടങ്ങിയവർ സംസാരിച്ചു. പുസ്തകം എല്ലാ വീക്കിലികളും കിട്ടുന്ന ഒരു പ്രോഗ്രാം എന്തെങ്കിലും എല്ലാ വീക്കിലികളും കിട്ടും. നമുക്ക് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, പിന്നെ 150 രൂപയായിട്ടാണ് മാസം ചാർജായിട്ട് നമുക്ക് വരുന്നത്. പക്ഷേ വായിക്കേണ്ടത്. ആൽഫ മതിലകം ലിങ്ക് സെന്ററിന്റെ വാർഷിക പൊതുയോഗം കയ്പമംഗലം നോബിൾ പാലസിൽ നടന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. ആൽഫ മതിലകം ലിങ്ക് സെന്റർ പ്രസിഡന്റ് സുരേഷ് കൊച്ചുവീട്ടിൽ അധ്യക്ഷനായി. ആൽഫ കൂപ്പൺ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധർ മുഖ്യപ്രഭാഷണം നടത്തി. ആൽഫ ട്രഷറർ സിദ്ദിഖ് മംഗല്യ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ആൽഫ ഗവേണിംഗ് കമ്മിറ്റി മെമ്പർ ഇന്ദിര ശിവരാമൻ, ഷൈജൻ ശ്രീവത്സം, പഞ്ചായത്ത് അംഗങ്ങളായ ദേവിക ദാസൻ, UI ഷമീർ, PK റാസിഖ്, സെക്രട്ടറി മുജീബ് റഹ്മാൻ, വൈസ് പ്രസിഡന്റ് ബഷീർ പന്തൽ എന്നിവർ സംസാരിച്ചു. ഏറ്റവും വിലയേറിയ ഒരു പ്രസ്ഥാനമാണ്. എന്റെ വാർഡിൽ തന്നെ 1-2
കിട്ടിയുണ്ടായിരുന്നു. അസുഖം വന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരും അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ കൈവടിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആളുകളാണ്. ഒട്ടും അവർക്ക് നോക്കാൻ പറ്റാത്ത സ്ഥിതി വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിനെ ആശ്രയിക്കേണ്ടി വരുന്നത്. അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തൊരു മേഖലയിൽപ്പെട്ടവരാണ് നമ്മുടെ ഷീജ സിസ്റ്ററൊക്കെ. ഗോതുരുത്ത് നിവാസികൾക്ക് ആശ്വാസമായി വാട്ടർ അതോറിറ്റി ഹോട്ട്ലൈൻ സ്ഥാപിക്കുന്നു. കേരള വാട്ടർ അതോറിറ്റിയുടെ മതിലകം കുടിവെള്ള ടാങ്കിൽ നിന്നും ഗോതുരുത്തിലേക്ക് നേരിട്ട് പൈപ്പ് ലൈൻ വലിച്ച കുടിവെള്ളം എത്തിക്കുന്ന പ്രവർത്തനത്തിന് തുടക്കമായി. വാട്ടർ അതോറിറ്റി 30 ലക്ഷം രൂപ ചെലവഴിച്ച് 90 mm പൈപ്പ് ലൈൻ വലിക്കുന്ന പ്രവർത്തനമാണ് നടത്തുന്നത്. നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായും വാട്ടർ അതോറിറ്റിയുടെ 30 വർഷത്തിലേറെ കാലപ്പഴക്കമുള്ള പൈപ്പ് ലൈനുകളുടെ തകരാറും പഞ്ചായത്തിൽ വിവിധ വാർഡുകളിലൂടെ കിലോമീറ്റർ വളഞ്ഞെത്തുന്ന ലൈനുകൾ കാരണവും ഈ പ്രദേശത്തേക്ക് കുടിവെള്ളം പമ്പ് ചെയ്യുന്ന ദിവസങ്ങളിൽ പോലും ലഭിക്കാറില്ല. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് ജലസേചന വകുപ്പ് മന്ത്രിക്കും MLAയ്ക്കും ജില്ലാ കളക്ടർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിവേദനങ്ങൾ നൽകിയിരുന്നു. പദ്ധതിയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് MLA E.T. ടൈസൺ, പ്രസിഡന്റ് MS മോഹനൻ, വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA അയൂബ്, നൌഷാദ് PA, വാർഡ് മെമ്പർ രാജൻ പടിയത്ത്, രമ്യ പ്രദീപ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിറ്റി ജോർജ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഐഡ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. ഒരു പ്രത്യേക പദ്ധതി നമ്മുടെ വാട്ടർ അതോറിറ്റിക്കാർ തയ്യാറാക്കി വളരെ വേഗത്തിൽ ഇത് ചെയ്തു. ഇപ്പോൾ മതിലകം സമ്പിൽ നിന്ന് നേരെ ഗോതുരത്തിലേക്ക് വെള്ളം പോകാവുന്ന ഒരു സ്ഥിതി വരികയാണ്. അതോടുകൂടി എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ പ്രദേശത്തെ കിഴക്കൻ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കും. വെള്ളക്കെട്ട് മൂലം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് സാന്ത്വനവുമായി ബെന്നി ബെഹ്നാൻ MP. നെസ്ലെ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്തിലെ കാക്കാതുരുത്തി മദ്രസയിലെ ദുരിതാശ്വാസ ക്യാമ്പിലും എടത്തിരുത്തി പഞ്ചായത്തിലെ ചാമക്കാല മാപ്പിള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലുമാണ് സഹായം എത്തിച്ചത്. 2 പഞ്ചായത്തിലെ 500-ലേറെ കുടുംബങ്ങൾക്കാണ് നെസ്ലയുടെ സഹകരണത്തോടെ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തത്. ബെന്നി ബെഹനാൻ MP വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ് റീജിയണൽ കോർപ്പറേറ്റ് അഫയേർഡ് മാനേജർ ജോയ് സക്കറിയ മുഖ്യാതിഥിയായി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, പഞ്ചായത്ത് അംഗങ്ങളായ CJ പോൾസൺ, ഷഫീഖ് സിനാൻ, ഇസ്ഹാഖ് പുഴങ്കരയിലെത്ത്, UY ഷമീർ, നേതാക്കളായ സുനിൽ P. മേനോൻ, KV അബ്ദുൽ മജീദ്, അനസ് അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഈ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകളെ കണ്ടു, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി. അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ് നിങ്ങൾക്ക് അടിയന്തരമായി സഹായം ചെയ്യണം. നിങ്ങൾക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ഇവിടെ വന്നപ്പോൾ എന്നോട് സഹോദരി പറഞ്ഞു, നിങ്ങൾക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്, പക്ഷേ അടിയന്തരമായി നമുക്ക് സഹായം ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു ഭക്ഷ്യ കിറ്റ് തരിക എന്നുള്ളതാണ്. അതനുസരിച്ച് നമുക്കറിയാം നെസ്ലെ കമ്പനി എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ആ കമ്പനിയുമായി ഞാൻ ബന്ധപ്പെട്ടു. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് നിൽക്കുന്നത്, ജനറൽ മാനേജറാണ് നിൽക്കുന്നത്, ജോയ് സക്രിയ. അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം നിങ്ങൾക്ക് കിറ്റ് തരുന്നതിന് വേണ്ടി സമ്മതിച്ചു. ആ കിറ്റാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. താന്നി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിൽ എന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഡോക്ടേഴ്സ് ദിനത്തിൽ വാർഡിലെ ഹോമിയോപ്പതി ഡോക്ടർ രജനി സുകുമാരൻ, അലോപ്പതി ഡോക്ടർ ജഗദീഷ് രാജ് എന്നിവരെ വസതിയിലും ക്ലിനിക്കിലും എത്തി അനുമോദിച്ചു. രോഗികൾക്ക് എന്നും സൗഖ്യമേകിയും സാന്ത്വനം നൽകിയും ആതുര ശുശ്രൂഷ രംഗത്ത് തുടരുന്ന ഡോക്ടർമാർക്ക് ഹൃദ്യമായ ആശംസകൾ നേർന്നു. വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഷാളണിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ആശാ വർക്കർ സുശീല രാജൻ, ADS പ്രസിഡന്റ് വിജയ പ്രകാശൻ, അംഗൻവാടി വർക്കർമാരായ അഞ്ജു KB, അഷ്ടമി, ഹെൽപ്പർമാരായ ഗീത, നിമ്മി എന്നിവർ സംസാരിച്ചു. ഇന്ന് നമുക്കറിയാം ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമാണ്. ആദ്യമേ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഈ വാർഡിൻ്റെ 5-ാം വാർഡിൽ നമ്മൾ പരിപാടികളൊക്കെ നടത്തുന്നത് ഹൃദയത്തിൽ എന്നും എൻ്റെ ഗ്രാമം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വാർഡിലെ ഡോക്ടർമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരു അത്യാസന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ആവശ്യഘട്ടത്തിൽ രോഗി ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നതും ഒരു ഡോക്ടറെ സമീപിക്കുമാണ്. എത്ര ധനമുണ്ടെന്ന് പറഞ്ഞാലും നമുക്കറിയാം നമ്മുടെ രോഗത്തിൻ്റെ ഒരു അവസ്ഥ വന്നാൽ അതിനെ തരണം ചെയ്യാൻ ഡോക്ടറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡോക്ടർമാരെ ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ അതിനെ ശമനം കാണാറ്. അപ്പോൾ ഒട്ടേറെ ഡോക്ടർമാരുണ്ടെങ്കിലും ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ വളരെ കുറവുള്ളൊരു സംവിധാനം കൂടി ഇപ്പോൾ ഈ നാട്ടിൽ കുറഞ്ഞു വരുന്ന ഒരു വേളയിലാണ്. തൃപ്പയാർ ലയൺസ് ക്ലബിന്റെ പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. കഴിഞ്ഞ വർഷത്തെ ലയൺസ് ഇന്റർനാഷണൽ ഡയറക്ടറും CSR ഡെപ്യൂട്ടി ചെയർപേഴ്സണുമായ BP നന്ദകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സാനി ജോസഫ് അധ്യക്ഷനായി. ക്ലബ്ബ് സെക്രട്ടറി CR ഗണേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഭരണസമിതി അംഗങ്ങളുടെ സ്ഥാനാരോഹണത്തിന് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് വാര്യർ,
സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് PK ഏകലവ്യൻ, സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ, ട്രഷറർ യമുന റാണി പ്രതാപൻ എന്നിവർ സ്ഥാനമേറ്റെടുത്തു. ആനി ജോസഫ്, പ്രസന്ന തറയിൽ, VS വ്യാസബാബു, സക്കറിയ, വിമൽ വേണു, NM സുരേഷ്, KR പ്രതാപൻ, AA ആന്റണി എന്നിവർ സംസാരിച്ചു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ക്ലബ്ബ് മെമ്പർമാരെ ചടങ്ങിൽ ആദരിച്ചു. ശ്രീലത സുരേഷ്, റോസ്മേരി സാനി, KR പ്രതാപൻ, ജിസ ആന്റണി എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിലെ ഇപ്പോഴത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 2 പേർക്ക് 1.6 മക്കൾ. ജനസംഖ്യ എത്ര പോകും? തമിഴ്നാട്ടിൽ നിന്നാണ് നേരത്തെ ആളുകളൊക്കെ വരുത്തിയിരുന്നെങ്കിൽ തമിഴ്നാട്ടിൽ 1.4, ജപ്പാനിൽ 1.2. ഇത് ജനസംഖ്യ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് പ്രത്യേകിച്ച് യുവാക്കളൊക്കെ പലപ്പോഴും പുതിയ യൂത്തിലാവുമ്പോൾ മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ചാലഞ്ചാണെങ്കിൽ ആ കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിച്ചുകൊണ്ട് മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ക്ലബിൻ്റെ മീറ്റിങ്ങുകളൊക്കെ കഴിയുന്നതും സമയം ചുരുക്കുക. ഇതിൻ്റെ ഏറ്റവും നല്ല മോഡലാണ് ഇന്ന് സുരക്ഷമായിട്ട് കാണിച്ചത്. വളരെ എത്ര ചുരുക്കിയ സമയത്തിൽ ഒരു ഇൻസ്റ്റലേഷൻ നടത്തുന്നത് ഞാൻ അതീതമാണ്. ഞാൻ വിചാരിച്ചു ഇത് ഗതഗംഭീരമായിരിക്കും. കാരണം അദ്ദേഹം പ്രശസ്തനായൊരു ഓപ്പറേഷൻ ഞാൻ പറയാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും പിടിച്ചിരിക്കും സംസാരിക്കാൻ കഴിയും. പക്ഷേ സുരേഷ് ബാബുവിന് അതുപോലെ തന്നെ കഷ്ടപ്പൊക്കെ വളരെ ചുരുങ്ങിയ സമയമുണ്ട്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വാടനപ്പള്ളിയിൽ മോഷണം പതിവാകുന്നു. പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത കടയിലും കള്ളൻ കയറി. പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ കരിദിനാചരണം. ഡോക്ടേഴ്സ് ദിനത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് ആദരവ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.